ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബിന്റെ ഈ ചെറിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇന്നലെ റിവിഷൻ നടത്തിയപ്പോഴത്തേക്ക് എൽ പി എക്സാമിന്റെ റിവിഷൻ നടത്തിയപ്പോഴത്തേക്ക് ബാലൻസ് വന്ന ഒരു ജസ്റ്റ് ഒരു കുഞ്ഞ് ഏരിയ ആണ്. അതൊരു ചെറിയ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടാൽ മതി. ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ധൈര്യമായിട്ട് എഴുതാൻ പറ്റും, ഒരു ഇഷ്യൂസും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് അധികം സമയമൊന്നും കളയണ്ട, നേരിട്ട് അതിന്റെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അസസ്മെന്റ്, അതായത് വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുഞ്ഞു ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് വിലയിരുത്തൽ, അല്ലെങ്കിൽ വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ജസ്റ്റ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഈ വിലയിരുത്തൽ എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആവും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പം വിലയിരുത്തൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലോട്ട് കിടക്കാം. അസസ്മെന്റ് അഥവാ വിലയിരുത്തൽ. എന്താണ് അസസ്മെന്റ്? നമ്മൾ പെഡഗോജിയിൽ വരുന്ന ഒരു ഏരിയ ആണിത്. പെഡഗോജി പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഏരിയയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ഒന്നും കൂടി അത് കേൾക്കുക. എന്താണ് വിലയിരുത്തൽ, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ വിലയിരുത്തൽ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അസസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിൽ വരുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ലേണറിന്റെ, ഒരു പഠിതാവിന്റെ, നമുക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠിതാവിന്റെ നേട്ടം വിലയിരുത്തുക, അല്ലെ? അവൻ എന്തൊക്കെ കിട്ടി അത് വിലയിരുത്തുക, അത് അസസ്മെന്റ് ചെയ്യുക, അത് മെഷർ ചെയ്യുക, അത് അളക്കുക. അത് അളക്കുന്നതിനുള്ള, അതായത് ഒരു വ്യക്തിയുടെ നേട്ടം അല്ലെങ്കിൽ ഒരു പഠിതാവിന്റെ നേട്ടം അല്ലെങ്കിൽ ഒരു ലേണറിന്റെ നേട്ടം വിലയിരുത്തുന്നതിനും അതുപോലെ തന്നെ അളക്കുന്നതിനുമുള്ള പ്രക്രിയയാണ് നമ്മൾ സാധാരണയായിട്ട് വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് എന്നുള്ളത് നമ്മുടെ പെഡഗോജിയിൽ നമ്മൾ പഠിക്കുന്നത്, പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയുടെ നേട്ടം വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നേട്ടം അളക്കുന്നത്, അല്ലെങ്കിൽ ഒരു പഠിതാവിന്റെ, ഒരു ലേണറുടെ നേട്ടം, അവൻ എന്തു നേടി എന്ന് അളക്കുന്നത്, അത് വിലയിരുത്തുന്നത് പ്രധാനമായിട്ടും 3 തരത്തിലാണ്, അല്ലെങ്കിൽ 3 വിധത്തിലാണ്. പ്രധാനമായിട്ടും 3 വിധത്തിലാണ് നമ്മൾ ആ നേട്ടത്തെ നമ്മൾ വിലയിരുത്തുന്നത്. അത് ഒന്നാമത്തത് പഠനത്തെ വിലയിരുത്തൽ, രണ്ടാമത്തത് പഠനത്തിനായുള്ള വിലയിരുത്തൽ, മൂന്നാമത്തത് വിലയിരുത്തൽ തന്നെ പഠനം. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഈ അസസ്മെന്റ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ വിലയിരുത്തൽ പറയുന്നത്. അപ്പം അത് എന്താണെന്ന് നോക്കാം. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനത്തെ വിലയിരുത്തൽ. അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അസസ്മെന്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. ഇങ്ങനെ 3 വിധത്തിൽ. അപ്പൊ എന്താണ് പഠനത്തെ വിലയിരുത്തൽ, എന്താണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, എന്താണ് വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്? ഈ 3 കാര്യങ്ങളെ പറ്റി വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ വളരെ പുഷ്പം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തത് പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത് എന്താണ്? പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഒരു ചാപ്റ്റർ തീർന്നു, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് തീർന്നു, അല്ലെങ്കിൽ ഒരു ടേം കഴിഞ്ഞു. അതായത് ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഓണം എക്സാംസ് ഉണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാംസ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് നമ്മുടെ ഇയർ എൻഡ് എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള 3 ടേമുകൾ വരുന്നുണ്ട്. അങ്ങനെ ടേം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ, ഒരു യൂണിറ്റ് കഴിയുമ്പോൾ കുട്ടിക്ക് എത്രത്തോളം പഠന നിലവാരം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്ന അസസ്മെന്റ്. അതായത് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടേം കഴിയുമ്പോൾ കുട്ടിക്ക്, ലേണറിന് എന്ത് കിട്ടി? ഓക്കെ, അതാണ് പഠനത്തെ വിലയിരുത്തൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, പഠനത്തെ വിലയിരുത്തൽ നമുക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ വരും, അല്ലെ? ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ഇടാറുണ്ട്, അല്ലെങ്കിൽ ടേം എക്സാമുകൾ നടത്താറുണ്ട്, അല്ലെ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇയർ എക്സാംസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് അതിന്റെ ഗ്രേഡുകൾ കൊടുക്കാറുണ്ട്, അല്ലെ? ഇത് പല രീതിയിൽ, എക്സാംസ് അല്ല, നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിന്റെ അവസാനം
കുട്ടിക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ അസൈൻമെന്റിൽ നിന്ന് എന്തെല്ലാം കിട്ടി, എന്തെല്ലാം കാര്യങ്ങൾ കിട്ടി എന്ന് നിങ്ങൾ എന്ന് നിങ്ങൾ ചോദിക്കത്തില്ലേ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ചോദിക്കത്തില്ലേ? അതും ഈ പഠനത്തെ വിലയിരുത്തൽ തന്നെയാണ്, അല്ലെ? അപ്പം ഈ പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്ന അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഈ കാര്യത്തില് ടീച്ചറും, അതായത് ഒരു ചാപ്റ്റർ വൈസ് എക്സാം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു ടേം എക്സാം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ടീച്ചറും അതുപോലെ തന്നെ ലേണറും, കുട്ടിയും മാത്രമല്ല അവന്റെ അല്ലെങ്കിൽ പ്രോഗ്രസ് മനസ്സിലാക്കുന്നത് എന്ത് ചെയ്യും? നിങ്ങൾ ആ കുട്ടിയെ ഗ്രേഡ് തിരിക്കും. പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഇന്ന് മൊബൈലിലൂടെ അയച്ചു കൊടുക്കൂലേ? പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോഗ്രസ് കാർഡുകൾ ഉണ്ടായിരുന്നു. ആ കാർഡ് വീട്ടിൽ കൊണ്ടുപോയി അച്ഛൻ്റെന്നോ അമ്മയുടെ ഒന്നൊക്കെ ഒപ്പിട്ട് കൊണ്ടുവരാൻ പറയും. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർ മാത്രമല്ല ആ കുട്ടിയുടെ പ്രോഗ്രസ് മനസ്സിലാക്കുന്നത്, കുട്ടിയും മനസ്സിലാക്കും, ടീച്ചറും മനസ്സിലാക്കും, കൂടാതെ അവന്റെ രക്ഷകർത്താവും കൂടി എന്ത് ചെയ്യുന്നു? ഈ കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റും. അപ്പം പഠന പ്രക്രിയയിൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം നടക്കുന്ന ഇവാലുവേഷൻ, അല്ലെ, അതിനെയാണ് പഠനത്തെ വിലയിരുത്തുക. ആ ഒരു ഇവാലുവേഷൻ ആണ് ഈ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇവാലുവേഷനെയാണ് പഠനത്തെ വിലയിരുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസ് അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഓഫ് കഴിഞ്ഞ ഫോർ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്താണ്? പഠനത്തിനായുള്ള, അല്ലെ, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്താണ്? ഞാൻ ഇവിടെ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് പഠനത്തിനായുള്ള വിലയിരുത്തൽ. അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇവിടെ ടീച്ചർ ചെയ്യുന്നതാണ്, കുട്ടികളെ ദൈനംദിന അടിസ്ഥാനത്തിൽ ഡേ ടു ഡേ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാനായിട്ട് അധ്യാപകരെ അനുവദിക്കുന്ന ഒരു നിരന്തരമായ വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അല്ലെങ്കിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കത്തില്ല, മനസ്സിലായോ, ഓക്കെ ആണോ, ഓൾ റൈറ്റ്സ് എന്ന് പറയത്തില്ലേ? അത് തന്നെയാണ്. കാരണം നിങ്ങളൊരാളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ലേണേഴ്സിന് എന്ത് കിട്ടി, അല്ലെ? പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ഇവാലുവേഷൻ ചെയ്യും, കുട്ടീനെ ചോദ്യം ചോദിക്കും, അല്ലെ? പല രീതി ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെങ്കിൽ ഡിക്റ്റേഷൻ ഇടും, അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് എഴുതിപ്പിച്ച് നിർത്തിയിട്ട്. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ കുട്ടിക്ക് എന്ത് കിട്ടി എന്ന് ടീച്ചർ വിലയിരുത്തുന്ന ഒരു ഇവാലുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്ന അസസ്മെന്റ്. അതായത് ഇതൊരു നിരന്തര വിലയിരുത്തലാണ്, അല്ലെ? 45 മിനിറ്റ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, മനസ്സിലായോ, എന്നിട്ട് കുറച്ച് പഠിപ്പിച്ചിട്ട് ചോദ്യം ചോദിക്കും, ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി കുട്ടികളോട് നമ്മൾ ചോദ്യം ചോദിക്കും, അല്ലെ? അല്ലെങ്കിൽ മാത്സ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നവരാണെങ്കിൽ കുറച്ച് കാര്യം പഠിപ്പിച്ചിട്ട് ചെറിയൊരു ആക്ടിവിറ്റി കുട്ടി കൊടുക്കും. അതായത് ഞാൻ ഇത്രയും നേരം പഠിപ്പിച്ച കാര്യം, ഞാൻ ഈ 15 മിനിറ്റ് പഠിപ്പിച്ച കാര്യം കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് അറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ചില ആക്ടിവിറ്റീസ് കൊടുക്കും, അല്ലെ? അപ്പം എന്താണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? പഠനം നടക്കുന്നതിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ഇവാലുവേഷൻ, അതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അല്ലെ? അപ്പം ഇങ്ങനെ പഠനത്തിനായുള്ള വിലയിരുത്തൽ ചെയ്യുമ്പോഴത്തേക്ക്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളൊരു ചോദ്യം ചോദിച്ചു പക്ഷെ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല, അപ്പൊ അവന് മനസ്സിലാവും, കുട്ടിക്ക് തന്നെ കുട്ടിയുടെ വീക്ക്നെസ് മനസ്സിലാവും. അല്ലെങ്കിൽ പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ച് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അവന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് കുട്ടി ഒന്ന് വിലയിരുത്തും, അല്ലെ? ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ ഇടയിൽ നടക്കുന്ന ഒരു ഗ്രേഡിംഗ് ആയതുകൊണ്ട് ഇവിടെ ഗ്രേഡ് ഒന്നും കൊടുക്കുന്നില്ല.
നേരത്തെ പറഞ്ഞതുപോലെയുള്ള അല്ലെ അസസ്മെന്റ് ഓഫ് ലേണിംഗിൽ പറഞ്ഞതുപോലെ പഠനത്തെ വിലയിരുത്തലിൽ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടോ പ്രോഗ്രസ് കാർഡോ അല്ലെ രക്ഷാകർത്താവിനെ വിളിച്ചറിയിക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ സിമ്പിൾ ആയിട്ട് ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ അല്ലെ. അപ്പൊ ഇവിടെ ഗ്രേഡ് മാർക്ക് ഒന്നും കൊടുത്ത് കുട്ടികളെ തരംതിരിച്ച് വിലയിരുത്തുന്നില്ല അല്ലെ. പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും മനസ്സിലായോ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നു. അതാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. അപ്പം നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഇവാലുവേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, പഠനത്തിനായുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അസസ്മെന്റ് ആസ് ലേണിംഗ്, അതായത് വിലയിരുത്തൽ തന്നെ പഠനം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളതാണ്. വിലയിരുത്തൽ തന്നെ പഠനം സിമ്പിൾ ആണ്. അസസ്മെന്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം എന്താന്ന് ചോദിച്ചാൽ കുട്ടികളെ തന്നെ വിലയിരുത്തുന്നു. കുട്ടികളെ തന്നെ വിലയിരുത്തുന്നു. നിങ്ങൾ ഒരു ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുന്നു, പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, കുട്ടിയെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്തെല്ലാം കിട്ടി, ഞാൻ എന്തെല്ലാം പഠിച്ചു, അല്ലെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ അതായത് അസസ്മെന്റ് 4 നടത്തിയപ്പോൾ ടീച്ചർ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ, പിന്നെ എന്താ എനിക്കത് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ എത്രമാത്രം നന്നായിട്ടാണ് ആൻസർ പറഞ്ഞത്, എന്റെ പ്രകടനം ഞാൻ ഒന്ന് വിലയിരുത്തും ഇല്ലേ. ഇനി അല്ലെങ്കിൽ ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ടീച്ചർ ഇടയ്ക്ക് ഒരു അസസ്മെന്റ് 4 നടത്തിയപ്പോൾ അല്ലെ, ഇടയ്ക്ക് ഒരു നിരന്തര മൂല്യനിർണ്ണയം നടത്തിയപ്പോൾ ഒരു ഡിറ്റക്ഷൻ ഇട്ടപ്പോൾ, ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നപ്പോൾ ഒരു ഡിറ്റക്ഷൻ ഇട്ടപ്പോൾ എനിക്ക് 5 എണ്ണം ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് 4 എണ്ണേ ശരിയായുള്ളൂ, ഒരെണ്ണം തെറ്റിപ്പോയി. അപ്പൊ എന്തുകൊണ്ട് തെറ്റിപ്പോയി? അല്ലെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല? അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് ഇനി നന്നായിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല, ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്റെ പഠന പ്രക്രിയയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെയുള്ള ഒരു സെൽഫ് അസസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്. ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഒരു സെൽഫ് അസസ്മെന്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ കുട്ടി തന്നെ എന്ത് ചെയ്യുന്നു, കുട്ടിയെ തന്നെ സ്വന്തമായിട്ട് വിലയിരുത്തും. അപ്പൊ അങ്ങനെ വിലയിരുത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് പഠിക്കുന്ന ലേണിങ്ങിനെ കാര്യമായിട്ട് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, അയാള് അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും, തന്റെ പഠന പ്രക്രിയയിൽ എന്തെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, മാർക്ക് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, കുട്ടി സ്വന്തമായി തന്നെ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരുത്തും അല്ലെ, മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും അല്ലെ. കുട്ടിയിൽ തന്നെ എന്ത് ചെയ്യും, ചില മാറ്റങ്ങൾ കൊണ്ടുവരും. കൂടുതൽ സമയം പഠിക്കാനായിട്ട് നോക്കും, കളി കുറച്ച് കുറയ്ക്കും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ നോക്കും, അങ്ങനെ ക്ലാസ്സിൽ മിടുക്കനാവാനോ ഒക്കെ നോക്കും. അതാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. അതായത് കുട്ടികളെ തന്നെ വിലയിരുത്തുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അസസ്മെന്റ്. അപ്പൊ ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് 2-3 ചോദ്യങ്ങളും കൂടി ചെയ്യാം. അപ്പൊ ഒന്നും കൂടി ഞാനൊന്ന് റിവൈസ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആക്ച്വലി ഒന്ന് ക്ലിയർ ആവുമെന്ന് കരുതുന്നു. അതായത് അസസ്മെന്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ. അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അസസ്മെന്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം. അപ്പം അസസ്മെന്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂണിറ്റ് എക്സാംസും അതായത് ഒരു ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് കുട്ടിയെ ഇവാലുവേഷൻ ചെയ്യുന്നു, ഒരു യൂണിറ്റ് പഠിപ്പിച്ചിട്ട് ഇവാലുവേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇയർലി എക്സാം ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടേം കഴിയുമ്പോൾ ഇവാലുവേഷൻ നടത്തുന്നു. അതാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അത് എന്തുമാവാം, പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ പ്രോജക്റ്റ് കൊടുക്കുകയോ അസൈൻമെന്റ് കൊടുക്കുകയോ അങ്ങനെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വിലയിരുത്തുവാണെങ്കിൽ എന്തെന്ന് പറയും, അതിനെ നമ്മൾ വിളിക്കും പഠനത്തെ വിലയിരുത്തൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിന് ശേഷം നടക്കുന്ന ഇവാലുവേഷൻ. അതാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാകും, കുട്ടികളെ ഗ്രേഡ് തിരിക്കും, മാർക്ക് തിരിക്കും, അത് ടീച്ചർ കാണും, കുട്ടി കാണും, രക്ഷകർത്താവ് അറിയും, അങ്ങനെ എല്ലാവരും അറിയും, എല്ലാവർക്കും കുട്ടിയെ അസസ് ചെയ്യാൻ പറ്റും. അതാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പഠനത്തിനായുള്ള അസസ്മെന്റ് ഫോർ എന്ത് ചെയ്യുന്നു, ഡേ ടു ഡേ അല്ലെ, ദൈനംദിന അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, കുട്ടികളോട് ചോദ്യം ചോദിക്കുകയും ആക്ടിവിറ്റി കൊടുക്കുകയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ക്ലാസ്സിനിടയിൽ തന്നെ എന്ത് ചെയ്തു, ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്
പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് ഇടയിൽ എന്ത് ചെയ്യുന്നു, ചോദ്യം ചോദിക്കുകയും ഡിറ്റേഷൻ ഇടുകയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആൻസർ പറയുന്നതിന് മോട്ടിവേഷൻ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു അസസ്മെന്റ് ആണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുട്ടിക്ക് കുട്ടിയുടെ കഴിവുകേടുകളൊക്കെ തിരിച്ചറിയാൻ പറ്റും, ഇല്ലേ? ഓക്കെ, അപ്പൊ അതാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൂന്നാമത്തായിട്ട് നമ്മൾ പറഞ്ഞത് വിലയിരുത്തൽ തന്നെ വേണം. കുട്ടികളെ തന്നെ വിലയിരുത്തുന്നത്. എനിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു, എനിക്ക് എന്തുകൊണ്ട് ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറയാൻ പറ്റിയില്ല, ഇനി ഞാൻ എങ്ങനെ പഠിക്കണം, ഇനി എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ കുട്ടി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ കുട്ടിയെ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്ന, സെൽഫ് അസസ്മെന്റ് ചെയ്യുന്ന കാര്യമാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ആദ്യം പറയാം. അതായത് ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ് ചർച്ചകള്, വിദ്യാർത്ഥികളുടെ മടക്കധാരണ അതായത് ഫീഡ്ബാക്ക് എന്നിവ ഏത് വിലയിരുത്തലിന്റെ ഭാഗമാണ്? ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ്സിലെ ചർച്ചകള്, ഫീഡ്ബാക്ക്, ഇതൊക്കെ ഏത് വിലയിരുത്തലിന്റെ ഭാഗമാണ്? അങ്ങനെ ചോദിക്കണേ സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. പഠനത്തെ വിലയിരുത്തലാണോ? അസസ്മെന്റ് ഓഫ് ആണോ? ആദ്യത്തേതാണോ? സിമ്പിൾ ആയിട്ട് നോക്കിക്കൂടെ? ക്ലാസ് ചർച്ചകൾ ആദ്യത്തെ കാര്യമല്ലല്ലോ. അപ്പൊ അസസ്മെന്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേം കഴിഞ്ഞിട്ടുള്ള വിലയിരുത്തലാണ്. ഇനി പഠനത്തിനായുള്ള വിലയിരുത്തൽ ഇൻസ്ട്രക്ഷൻ ഫോർ ലേണിംഗ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ചോദ്യം ചോദിക്കുകയും ആക്ടിവിറ്റി കൊടുക്കുകയൊക്കെ ചെയ്യും. നോക്ക് ക്ലാസ് റൂം നോക്ക്, എന്താ പറയുന്നത്? പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ്സിലെ ചർച്ചകള്, വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് അല്ലയോ? ഇതല്ലയോ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? ഇതല്ലയോ പഠനത്തിനായുള്ള വിലയിരുത്തലല്ലയോ? ഫോർ അല്ലയോ? പഠനത്തിനായുള്ള വിലയിരുത്തലാണല്ലോ, വേറൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ലല്ലോ. പഠനം തന്നെ വിലയിരുത്തൽ നമുക്കറിയാം, കുട്ടിയെ തന്നെ. ഇവിടെ കുട്ടിയെ തന്നെ അല്ലല്ലോ. ക്ലാസ് റൂമിൽ ടീച്ചർ ഒരു ആക്ടിവിറ്റി കൊടുത്തു, അതിൽ കുട്ടികൾ നിരീക്ഷണം പെട്ടെന്ന് നടത്തുന്നു, ക്ലാസ്സിൽ കുട്ടികൾ ചർച്ച ചെയ്യുന്നു, പിന്നെ ടീച്ചർ അവരുടെ ഫീഡ്ബാക്ക് എടുക്കുന്നു, വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് ഒക്കെ വിലയിരുത്തുന്നു. ദാറ്റ് ഈസ് ക്ലാസ്സിനുള്ളിൽ നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ്, അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിശുവിന്റെ പ്രയാസം ബോധ്യപ്പെട്ട ശാരദ ടീച്ചർ വർക്ക് ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവർക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ടീച്ചർ നൽകിയ കൈത്താങ് സ്കഫോൾഡിംഗ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെടുന്നു? ഒന്നും കൂടി, ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതുവിന്റെ പ്രയാസം, അതായത് ഒരു ഗണിത ക്രിയകളോ ഗണിത പ്രവർത്തനം കൊടുത്തു ഗീതുവിന്, അപ്പം ആ പ്രയാസം തോന്നി ശാരദ ടീച്ചർ, അല്ലെ? വർക്ക്ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവർക്ക് എളുപ്പത്തിൽ അതായത് ഒരു പ്രവർത്തനം കൊടുത്തപ്പോൾ ഗീതുവിന് പാടായി, പക്ഷെ അത് ബോധ്യപ്പെട്ട ടീച്ചർ എന്ത് ചെയ്തു? അവർക്ക് കുറെ വർക്ക്ഷീറ്റും കൊടുത്ത് കുറച്ച് മാതൃകകളും നൽകി. അപ്പൊ അവിടെ എളുപ്പത്തിൽ ഉത്തരം നൽകി. അതായത് ടീച്ചർ കൊടുത്ത സ്കഫോൾഡിങ് എന്തായിരുന്നു? വർക്ക്ഷീറ്റും മാതൃകകളും കൊടുത്തു. അപ്പൊ അവൾ പെട്ടെന്ന് ചെയ്തു. അപ്പൊ ഇത് ഏത് തരം ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഏത് തരം അസസ്മെന്റ് ആണെന്ന് പറയാമോ? പഠനത്തെ വിലയിരുത്തലാണോ? പഠനം തന്നെ വിലയിരുത്തലാണോ? പഠനത്തിനായുള്ള വിലയിരുത്തലാണോ? പഠനത്തെ ആന്തരികമായ വിലയിരുത്തലാണോ എന്ന് നോക്കാം. ഓക്കെ, പഠനത്തെ വിലയിരുത്തൽ അല്ലല്ലോ, ഒരുപാട് നാളുകൾക്കായിട്ടുള്ള കാര്യമല്ലല്ലോ, അല്ല. മിഡ് ടേമോ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റോ ഒന്നും അല്ലല്ലോ. പഠനം തന്നെ വിലയിരുത്തൽ, അസസ്മെന്റ് ആസ് ലേണിംഗ് ആണോ? അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ തന്നെ വിലയിരുത്തിയ, ഇവിടെ കുട്ടിയെ വിലയിരുത്തിയില്ലല്ലോ. പിന്നെന്താണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, അല്ലേ? എന്ത് ചെയ്യുന്നു? അവിടെ അപ്പോഴും നടക്കുന്നത്, ക്ലാസ്സിനുള്ളിൽ അപ്പോഴെപ്പോഴും നടക്കുന്ന കാര്യമാണ്. പ്രവർത്തനം കൊടുക്കുന്നു ടീച്ചർ അപ്പൊ തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? ഒരു സ്കഫോൾഡിങ് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. ദാറ്റ് ഈസ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അല്ലെ? അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോഴും തന്നെ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും ടീച്ചറിന്. ഓക്കെ, അവിടെ ഗ്രേഡോ കാര്യങ്ങളോ ഒന്നും തിരിക്കുന്നില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു പാഠഭാഗത്തിന്റെ വിനിമയത്തിനു ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന
പ്രക്രിയ ഏതാണ്? ഒരു പാഠഭാഗത്തിന്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ. സിമ്പിൾ അല്ലയോ? അന്നേരം നമ്മൾ പറഞ്ഞില്ലേ, ഒരു പാഠഭാഗത്തിന്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ എന്തായിരിക്കും? എന്തായിരിക്കും? ആത്യന്തിക വിലയിരുത്തലല്ല, ഒരിക്കലും അല്ലല്ലോ. പഠനത്തെ വിലയിരുത്തലാണോ? അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണോ? പഠനത്തിനായുള്ള അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണോ? ഇനി ലാസ്റ്റില് ഡി വിലയിരുത്തൽ തന്നെ പഠനമാണ്. അതായത് ഒരു പാഠഭാഗത്തിന്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന്, അതായത് ഒരു പാഠഭാഗം പഠിപ്പിച്ചു, അതിനുശേഷം എന്തൊക്കെ പഠിച്ചു എന്നൊന്നും കൺക്ലൂഡ് ചെയ്യണം. നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ, ആദ്യം 3 കാര്യം പഠിച്ചിട്ട് ഒന്ന് നമ്മൾ അസസ് ചെയ്തില്ലേ? അതെന്താണ്? അതെന്താണ്? അതെന്തായിരിക്കും? എപ്പോഴും എപ്പോഴും എന്തായിരിക്കും? ഓഫ് ലേണിംഗ് അല്ലേ? പഠനത്തെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ? പഠനത്തെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ്. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ് വരുന്നത് അല്ലേ? അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആണ് വരുന്നത്. പഠനത്തെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് ഇല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ ഒന്നുകിൽ ആ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഇടും, അല്ലെങ്കിൽ ആ യൂണിറ്റിന്റെ ടെസ്റ്റ് ഇടും, അങ്ങനെ വിലയിരുത്തും. ലാസ്റ്റ് ആണ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആണ് വിലയിരുത്തുന്നത്. അത് ഓഫ് ലേണിംഗ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ പഠനത്തെ വിലയിരുത്തലാണ്. പഠനത്തെ വിലയിരുത്തലാണ്. ആ കാര്യം സിമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ജലത്തിനാണോ മണ്ണെണ്ണയ്ക്കാണോ സാന്ദ്രത കൂടുതൽ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണത്തിൽ അധ്യാപിക കുട്ടികളെ എല്ലാ ഘട്ടങ്ങളിലും വിലയിരുത്തുന്നു. ഇത് വിലയിരുത്തലിന്റെ ഏത് തലത്തിൽ ഉൾപ്പെടുന്നു? ഇത് വിലയിരുത്തലിന്റെ ഏത് തലത്തിൽ ഉൾപ്പെടുന്നു? ജലത്തിനാണോ മണ്ണെണ്ണയ്ക്കാണോ സാന്ദ്രത കൂടുതലെന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണത്തിൽ അധ്യാപക കുട്ടികളെ എല്ലാ ഘട്ടങ്ങളിലും വിലയിരുത്തുന്നു അല്ലേ? സിമ്പിൾ അല്ലേ? ഏതാണ്? ഏതാണ്? നമ്മൾ രണ്ടാമത് പറഞ്ഞില്ലേ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുട്ടികളെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ പഠനത്തിനായില്ല വിലയിരുത്തല്. ഈ ഒരു പരീക്ഷണം കൊടുത്തിട്ട്, ഒരു പരീക്ഷണം ജലമാണോ മണ്ണെണ്ണയാണോ സാന്ദ്രത കൂടുതലെന്ന് കണ്ടുപിടിക്കാനായി കുട്ടികൾക്ക് കൊടുത്തു. ഇടക്കിടക്ക് ടീച്ചർ എന്നത് പരിശോധിക്കുകയാണ് ഇല്ലേ? വിലയിരുത്തുകയാണ്. ഈ കുട്ടി ചെയ്തത് ശരിയാണോ, ആ കുട്ടി ചെയ്തത് ശരിയാണോ, കറക്റ്റ് ആണോ എന്ന് ഇടക്കിടക്ക് ഒന്ന് വിലയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് പഠനത്തിനായുള്ള വിലയിരുത്തലാണ് ഇല്ലേ? അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. വളരെ സിമ്പിൾ ആണ്. അടുത്തത് നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇത്രയും കൂടെ ഉള്ളൂ. ഒരു പാഠഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മളിപ്പോ കണ്ടേലേ ഉള്ളൂ. എന്താ എന്താ നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ? യൂണിറ്റ് ടെസ്റ്റ് നടത്തും അല്ലേ? അല്ലെങ്കിൽ അതിന്റെ ചാപ്റ്റർ വൈസ് ടെസ്റ്റ് നടത്തും. അവസാനം, അതായത് അസസ്മെന്റ് ഓഫ് ആണ്, പഠനത്തെ വിലയിരുത്തലാണ്. അതാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഈ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ കോർ ടേം ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കത്തും. പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് ടേമോ ചാപ്റ്റർ വൈസോ യൂണിറ്റ് ടെസ്റ്റോ അല്ലെങ്കിൽ അസൈൻമെന്റ് കൊടുത്തിട്ടോ പ്രോജക്റ്റ് കൊടുത്തിട്ടോ ഒക്കെ അവസാനം അതിനെ ഗ്രേഡ് ചെയ്യുന്നത്, അതിന് മാർക്ക് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു നിശ്ചിത കാലയളവിന് ശേഷമുള്ളത്. അസസ്മെന്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിനായുള്ള ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ മനസ്സിലായോ, ഓക്കെ ആണോ, പെർഫെക്റ്റ് ആണോ, ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് കുട്ടികളെ വിലയിരുത്തുന്നത് അതിനെയാണ്. അല്ലെങ്കിൽ ചെറിയൊരു ചോദ്യം ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ തന്നെ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ടീച്ചറിന് ചോദ്യം ചോദിച്ചപ്പോഴത്തെ എനിക്ക് പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ടീച്ചർ ടെസ്റ്റ് നടത്തിയപ്പോൾ എനിക്ക് ഫുൾ മാർക്ക് വായിക്കാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, എപ്പോ പഠിക്കണം, അതിൽ പഠിക്കണം എന്നൊക്കെ കുട്ടി സ്വന്തമായിട്ട് തന്റെ പഠനത്തെ വിലയിരുത്തുന്നു. അതിനെയാണ് അസസ്മെന്റ് ആസ് ലേണിംഗ്, വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു കുഞ്ഞു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായിട്ടുള്ളവര് നന്നായിട്ട് അത് നോക്കി പഠിച്ചിട്ട് എക്സാം എഴുതുക. പിന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു ആൾ.